Hi friends, I'm Nandu from Nandu's Lifestyle. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൈഡൽ സ്കിൻ ബ്രൈറ്റനിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വീഡിയോയിലേക്ക് കടക്കാം. ബ്രൈഡൽ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറുപയർ, മൂങ്ഡാൽ എന്നൊക്കെ പറയും. ഇതിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം, കുറച്ച് പയറിൻ്റെ പൊടി. ഇത് നമ്മുടെ സ്കിന്നിനെ ജെൻറ്റിലി വളരെ മൃദുവായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും എക്സസ് ആയിട്ടുള്ള ഓയിൽ നീക്കം ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബേസൻ പൗഡർ. ബേസൻ പൗഡർ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എക്സസ് ആയിട്ട് ഓയിൽ കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ ഫേസിനെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കി വയ്ക്കാനായിട്ടും ആക്നെ പോലുള്ള പ്രോബ്ലംസൊക്കെ മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതാണ്. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി സ്കിന്നിനെ ബ്രൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനും സൂര്യതാപം മൂലം ഉണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ച് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ പൗഡറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പണ്ട് കാലം മുതൽ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ച് പോരുന്നു. ഇതൊന്ന് മിക്സ് ചെയ്യാൻ നമ്മൾ പാലാണ് എടുത്തിരിക്കുന്നത്, പച്ചപ്പാലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിക്കായിട്ട് പേസ്റ്റാക്കി കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പാല് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ടും അതേപോലെ നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പാലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനെ സ്കിന്നിനെ സ്ട്രെങ്ത് ആക്കി വെക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാക്കുന്നതിനും വരെ പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ റൊട്ടീനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂള് വൈറ്റമിൻ ഇ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സ്കിന്നിനെ നല്ല ബ്രൈറ്റാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ ഓയിൽ. സ്കിന്നിനെ നല്ല സ്ട്രെങ്ത് ആക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ്, കറുത്ത പാടുകൾ, ആക്നെ സ്പോട്ട് ഒക്കെ കുറയ്ക്കാനായിട്ടും സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സ്കിൻ കെയർ റൊട്ടീന് ശീലിച്ച സ്കിന്നിലുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും, ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ്, കരിവാളിപ്പ്, അതേപോലെ തന്നെ സ്കിന്നൊക്കെ നന്നായിട്ട് ഫൈൻ ലൈനൊക്കെ കുറയ്ക്കാനായിട്ടും സ്കിന്ന് നന്നായിട്ട് ചബ്ബി ചീക്കൊക്കെ ആകാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ്, ഒരു റൊട്ടീനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. നല്ല റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് എടുക്കാം. ഇത് ഏകദേശം ഒരു 3 ദിവസം ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം പൊടിച്ച് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ബ്യൂട്ടി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ തരം ചർമ്മക്കാർക്കും ഈ ബ്രൈഡൽ റൊട്ടീൻ ചെയ്യാവുന്നതാണ്. നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. മറ്റൊരു ബ്യൂട്ടി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.